ഹലോ കൂട്ടുകാരെ, SK വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നെന്മീൻ കറി എങ്ങനെയാണ് എളുപ്പത്തിൽ ടേസ്റ്റോടു കൂടി തയ്യാറാക്കാൻ പറ്റുന്നതെന്നാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു 3/4 കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ടുള്ളത് വേണം. അതേപോലെ തന്നെ ഒരു വലിയ തക്കാളിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുതന്നെ കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. ഇത്രയാണ് നമുക്കിപ്പോൾ വേണ്ടത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി സ്റ്റൗ കത്തിച്ച് അതിലേക്ക് നമുക്കൊരു മൺചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അല്പം ജീരകം, അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ അല്പം കറിവേപ്പില, അതിനുശേഷം ഇതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഒരു 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഏകദേശം നമ്മുടെ തേങ്ങ ഇപ്പോൾ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഇറക്കുന്നതിന് മുമ്പായിട്ട് ഒരല്പം ഉലുവാപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നുകൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചേരുവയെല്ലാം ചേർത്ത് തേങ്ങ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളത് തേങ്ങ മൂപ്പിച്ചത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലോട്ടൊന്ന് അരച്ചെടുക്കണം. ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലോട്ടൊന്നിട്ട് അരച്ചെടുക്കാം. ആ ചട്ടിയിൽ തന്നെ നമ്മൾ തേങ്ങ വറുത്ത അതേ ചട്ടിയിൽ തന്നെ ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ തക്കാളി ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരുന്ന അരപ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ജാറിലേക്ക് തേങ്ങ ഇട്ട ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പ് നമുക്കിനി ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ തക്കാളിക്കായ ഏകദേശം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർക്കാം. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാം. നമുക്ക് അരപ്പ് തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെമ്മീൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുകളിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ടിത് അടച്ചു വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇനി കറിയിലേക്ക് ഒരു 4 കഷ്ണം പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കതിലേക്ക് ഒരല്പം മല്ലിയില കൂടി, അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐക്കൂറ എന്ന് പറയും, അതേപോലെ നെമ്മീൻ
നെമ്മീൻ തേങ്ങാക്കറി വെച്ചത് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.